ശ്രീ PS ഗോപകുമാറിലേക്ക് വീണ്ടും. ശ്രീ ഗോവിന്ദൻകുട്ടി ചൂണ്ടിക്കാട്ടിയത് ഒരുപക്ഷെ 2 ദിവസം മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇതിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടായി. എങ്ങനെയാണ് അത് ഇല്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയാനാവുക? കാരണം എത്തരത്തിലായിരുന്നു ഭാരതത്തിൻ്റെ ഭൂപടം ഒരു ചോദ്യപേപ്പറിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതുമാണ്. അതുതന്നെ അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ പ്രസക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആ സംഭവം. ഞാനത് ആദ്യ റൗണ്ടിൽ സൂചിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിൽ ഉണ്ടായ എത്രത്തോളം വൈകല്യം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ സോഷ്യൽ സ്റ്റഡീസ് ചോദ്യത്തില് നമ്മുടെ രാഷ്ട്രത്തിന്റെ വികലമായ ഭൂപടം, ഒരു രാജ്യത്തിന്റെ ഭൂപടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അത് കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് അത് ചിന്തിക്കണമെന്നും ഒക്കെ അറിയാവുന്നവരാണ് കേരളത്തിലെ സാമൂഹ്യപാഠം പഠിപ്പിക്കുന്ന അധ്യാപകർ. അത്രത്തോളം ബോധവും വിവരവും ഉണ്ട് എന്ന് നാം ധരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ആ വിഭാഗം തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്ത ചോദ്യപേപ്പറിലെ രാജ്യം ഒരു ഛിന്ന ഭിന്നമായ രാജ്യത്തിന്റെ ശകലങ്ങളാണ്. രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്യത്തിന്റെ ഭൂപടമല്ല. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഗവൺമെന്റ് തയ്യാറാക്കി അംഗീകരിച്ചിട്ടുള്ള ആ ഭൂപടമായിരുന്നില്ല. അത്യന്തം ഖേദകരമായ ഒരു സംഗതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ മാത്രം ആണത് ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ദേശീയ അധ്യാപക പരിഷത്ത് അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഭൂപടം പാഠപുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാഠപുസ്തക നിർമ്മാണത്തിലായാലും ചോദ്യപേപ്പർ നിർമ്മാണത്തിലായാലും ഈ പറഞ്ഞ പണത്തോടോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോടോ ഉള്ള അധ്യാപകർ മാത്രമല്ല, ഞാൻ അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനൊന്നും തയ്യാറല്ല. ഞാനും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്ന അധ്യാപകർ ഈ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പോ പാഠപുസ്തകത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് SCERT ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തിയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷെ ആ ടെസ്റ്റ് ഒരു വഴിക്ക് പോയി പാഠപുസ്തകത്തിന്റെ നിർമ്മാണത്തില് അവസാനം ആരെയൊക്കെയോ എവിടുന്നൊക്കെയോ കടന്നുകൂടി. ആ വരാൻ ഉള്ള പരിഗണന, യഥാർത്ഥത്തിൽ അക്കാഡമിക മികവ്, അതേപോലെ തന്നെ സുതാര്യത, ഇതൊന്നും ആയിരുന്നില്ല മാനദണ്ഡങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതിനൊക്കെ അപ്പുറം മറ്റെന്തോ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ പ്രകാരം കടന്നു വന്ന അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകത്തിലാണ് രാജ്യത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെട്ടിട്ടുള്ളതും അതേപോലെ ഈ ചോദ്യ പേപ്പറുകളിലെ വികലമായ ഭൂപടം ആവർത്തിച്ച് ഇടം പിടിക്കാൻ അവസരം ഉണ്ടായതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോ ദേശവിരുദ്ധരുടെ താവളമെന്ന് പറയുന്നില്ല, പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൽ രാഷ്ട്രവിരുദ്ധരുടെ ദേശവിരുദ്ധരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാഠപുസ്തകത്തിലും ചോദ്യപേപ്പറിലും രാജ്യത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് സംശയിക്കുന്നു. ഈ കാര്യത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകണം. എങ്ങനെയാണ് പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ അങ്ങനെയുള്ള അത്രയും ഗൗരവമുള്ള ഒരു സമിതിയിൽ ഇത്രയും ലാഘവബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കടന്നുകൂടി എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കണം. അതിന് ആരുടെയൊക്കെ ഒത്താശയുണ്ട് എന്നുള്ളത് നമ്മൾ പുറത്തു വരേണ്ടതാണ്. പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞതുപോലെ ദുരൂഹമായി തന്നെ തുടരുന്നത് പോലെ തന്നെ ഇതും അങ്ങനെ ദുരൂഹമായി തുടരാനാണ് സാധ്യത. വിദ്യാഭ്യാസ വകുപ്പോ സംസ്ഥാന ഏജൻസികളോ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണത്തിലൂടെ ഉത്തരവാദികളെ പുറത്തു കൊണ്ടുവരും, പൊതുമണ്ഡലത്തിൽ അവരെ കൊണ്ടുവരും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ വിചാരിക്കുന്നത് സത്യത്തിൽ അത് പിന്നെ അന്ധവിശ്വാസമായി അല്ലെങ്കിൽ അത് വെറും വിശ്വാസമായിട്ട് തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. പാഠപുസ്തകത്തിലെ നിർമ്മാണ സമിതിയിലെ അതേപോലെ ഈ ചോദ്യപേപ്പറിലെ രാജ്യത്തിന്റെ വികലമായ ഭൂപടം എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് ആരാണ് ഇതിന് ഉത്തരവാദി? മറ്റാരുടെയെങ്കിലും ബാഹ്യ ഏജൻസികളുടെ സമ്മർദ്ദമുണ്ടായോ, ഒത്താശയുണ്ടായോ? ഈ കാര്യത്തിലെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ദേശീയ അധ്യാപക പരിഷത്തിന് ആവശ്യപ്പെടാനുള്ളത്.